സിറാജ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ വറചട്ടിയിലിട്ട അവസ്ഥയിലാണ്. പുറത്തിറങ്ങിയാൽ ചൂട്, അകത്തിരുന്നാൽ ചൂട്, എവിടെ പോയാലും ചൂടെന്നതാണ് സ്ഥിതി. ഉഷ്ണതരംഗം ഇത്തവണ കേരളത്തെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഉഷ്ണതരംഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതമായി വരുന്നതേയുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥ വളരെയധികം ചർച്ചയാകുന്ന ഒരു സമയമാണ്. ഒരു കാലത്ത് സമീതോഷ്ണ കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ കാലാവസ്ഥ മാറിയിരിക്കുന്നു. ചൂടാണെങ്കിൽ നല്ല ചൂട്, മഴയാണെങ്കിൽ ശക്തമായ മഴ, പ്രളയം. അതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ സാഹചര്യത്തിൽ നമ്മുടെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം പ്രശസ്ത കാലാവസ്ഥാ നിരീക്ഷകൻ കൂടിയായ ശ്രീ അഭിലാഷ് ജോസഫ് ചേരുകയാണ്. അഭിലാഷ് ജി, നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് വലിയ അഭിമാനം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറയും, ഇപ്പം സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മീതോഷ്ണ കാലാവസ്ഥ എന്ന് നമ്മൾ പറയും. അതായത് ചൂടുകാലമാണെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള ചൂട്, മഴയാണെങ്കിൽ അതും നമുക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള മഴ, അങ്ങനെ വലിയൊരു അഭിമാനം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. നമ്മുടെ കാലാവസ്ഥ പ്രവചനാതീതമായൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മഴ എപ്പോൾ വരുമെന്ന് അറിയുന്നില്ല, ചൂട് എപ്പോൾ സ്ട്രോങ് ആവുമെന്ന് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ ചൂടിൻ്റെ കാര്യത്തിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ ചൂടിന് 2-3 ഫാക്ടറുകൾ, ഒന്ന് പ്രാദേശികമായിട്ട്, ഒന്ന് ആഗോളതലത്തിൽ, പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇങ്ങനെ 2-3 ഘടകങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ഈ ചൂടിനെ എന്തുകൊണ്ട് ചൂട് വർദ്ധിക്കുന്നു എന്ന ഒരു മനസ്സിലാക്കലിലേക്ക് എത്താൻ. എല്ലാ വർഷവും അത് ഭൂമിയുടെ മേൽ സൂര്യപ്രകാശം വീഴുന്നതിൻ്റെ അളവ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭൂമധ്യരേഖയോട് ചേർന്നായിരിക്കും. ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് അത് ദക്ഷിണ ധ്രുവത്തിലേക്ക് നീങ്ങും. ജൂൺ മാസങ്ങളിൽ അത് ഉത്തര ധ്രുവത്തിലേക്ക് മാറും. അപ്പോൾ സ്വാഭാവികമായും ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എല്ലാ വർഷവും ഭൂമധ്യരേഖാ പ്രദേശത്ത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് വർദ്ധിക്കുന്ന കാലമാണ്. അതിനെ പരമ്പരാഗതമായി നമ്മളതിനെ വേനലെന്ന് വിശേഷിപ്പിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ തോത് കൂടി നമ്മൾ വേനലായി വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ ഇത് അസഹനീയമായി വരാനുള്ള ഒരു കാരണം, എല്ലാ വർഷവും മൺസൂണിന് തൊട്ട് മുമ്പായി ആഫ്രിക്കയുടെ മുകളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൻ്റെ മുകളിലൂടെ പാകിസ്ഥാൻ വഴി ഉത്തരേന്ത്യയുടെ ഭാഗത്തേക്ക് ഒരു പ്രഷർ ലൈൻ രൂപപ്പെടും. ആ പ്രഷർ ലൈൻ എന്ന് പറഞ്ഞാൽ ആ കരഭാഗം ചൂടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പ്രഷർ ലൈൻ മുഴുവൻ ചൂട് കാറ്റായിരിക്കും. പൊതുവെ ആ ചൂട് കാറ്റായിരിക്കും ആ പ്രഷർ ലൈനിൽ എല്ലാ വർഷവും ഉണ്ടാകുക. അത് പാകിസ്ഥാൻ വഴി കടന്ന് ഹിമാലയത്തിന്റെ തടവോടെ വന്നിട്ട് അത് ഈ ഉത്തരേന്ത്യയുടെ മുകളിൽ സർക്കുലേറ്റ് ചെയ്യും. എല്ലാ വർഷവും ഉള്ളൊരു പ്രതിഭാസമാണ് ഈ ചൂട് കാറ്റ്. അതായത് എന്ന് ഏപ്രിൽ മെയ് ജൂൺ ആകുന്നു ഈ സമയങ്ങളിൽ ഇത് കൂടുതലും ഉത്തരേന്ത്യയുടെ മുകളിൽ 3 കിലോമീറ്റർ 3.5 കിലോമീറ്റർ എല്ലാ വർഷവും നടക്കുന്ന പ്രതിഭാസമാണ്. നമ്മളെക്കാൾ കൂടുതൽ ചൂട് 40-45 ഡിഗ്രി ഒക്കെ ഉത്തരേന്ത്യയിൽ, തെലുങ്കാനയിൽ ഒക്കെ ഇത് സാധാരണ സംഭവമാണ്. പക്ഷെ ഈ വർഷം നമുക്ക് കൂടുതലും ഈ 3.5 കിലോമീറ്റർ ഉയരത്തിലുള്ള വായുവിൻ്റെ ഈ സർക്കുലേഷൻ കുറെ കൂടി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കുറെ കൂടി കിഴക്കോട്ട് നീങ്ങുകയും അത് കുറെ കൂടി കിഴക്ക് തെക്ക് ഭാഗത്തേക്കായിട്ട് ഇതിന്റെ വ്യാപ്തി, ഈ ചൂടുകാറ്റ് കറങ്ങുന്നതിന്റെ വ്യാപ്തി വർദ്ധിച്ചു ഈ വർഷം. അങ്ങനെ വർദ്ധിച്ചതിന്റെ ഫലമായി നമുക്ക് ചൂടുകാറ്റ് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നത് എല്ലാ വർഷവും നമുക്ക് അധികം അനുഭവപ്പെടാത്തത് ഈ പശ്ചിമഘട്ടത്തിന്റെ ഒരു സംരക്ഷണ വലയമുണ്ടാകും. അപ്പൊ ഇപ്രാവശ്യം അത് കുറെ കൂടി കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് ഈ സർക്കുലേഷൻ വലിയ വ്യാപ്തിയിൽ 10,000 കിലോമീറ്റർ വ്യാപ്തിയിൽ കറങ്ങി വന്നപ്പോൾ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ മറവിലൂടെ ഇത് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടത്തിന് പാലക്കാട് മലമ്പുഴ മുതൽ നെല്ലിയാമ്പതി മലനിര വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ പശ്ചിമഘട്ടം അത് നേരത്തെ തന്നെ ഉള്ള ഒരു ഗ്യാപ്പാണോ? നേരത്തെ തന്നെ ഉള്ള ഒരു ഗ്യാപ്പാണ്. കാരണം അവിടെയാണ് നമ്മുടെ പ്ലെയിൻ റോഡ്, നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ആ വഴിക്കാണ്. അപ്പൊ അവിടെ പശ്ചിമഘട്ടം മലനിരകളില്ല. അതൊരു ഗേറ്റ് പോലെ, തുറന്ന ഗേറ്റ് പോലെ. ഈ പറഞ്ഞ പോലെ തന്നെ മാനന്തവാടി കഴിഞ്ഞ് കർണാടകയുടെ ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് ഒരു ചെറിയ മലയിടുക്കും പാസേജും ഉണ്ട്. അതിനു പുറമെ നമ്മുടെ കൊല്ലം ചെന്ന് കഴിഞ്ഞാൽ തെങ്കാശി, പുനലൂര് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ മലഞ്ചെരിവിലൂടെ ഗ്യാപ്പ് ഉണ്ട്. കാരണം അതിലാണ് നമ്മൾ തെന്മല, തമിഴ്നാട്ടിലേക്ക് ആ പ്രദേശക്കാർ യാത്ര ചെയ്യുക. അത് സ്വാഭാവികമുള്ള ഗ്യാപ്പ്, നമ്മൾ വെട്ടിയുണ്ടാക്കിയ ഒരു റോഡോ വഴിയൊന്നുമല്ല. പ്രകൃതിപരമായിട്ട് തന്നെ കോണ്ടിനൻസ് മാറിയ പഴയ കാലത്ത് ചരിത്ര കാലം മുതലേ ഉള്ള ഗ്യാപ്പുകളാണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ ഗ്യാപ്പുകളിൽ കൂടി നമ്മൾ ഈ പറഞ്ഞ സർക്കുലേഷൻ വഴി കാറ്റ് വരുന്നത്, ചൂടുകാറ്റ്, ഏപ്രിൽ മെയ് മാസങ്ങളിലെ കാറ്റ് കൂടുതൽ
താഴേക്ക് വരാറില്ല. ഇത്തവണ അത് കേരളത്തിന്റെ ഭാഗത്തേക്ക് തെക്ക് കിഴക്കായിട്ട് കുറെ കൂടി ഈ സർക്കുലേഷൻ ആയിരക്കണക്കിന് കിലോമീറ്റർ വന്നപ്പോൾ ഉത്തരേന്ത്യയിൽ എല്ലാ വർഷവും വീശുന്ന ഈ ചൂട് കാറ്റ് നമ്മുടെ ഈ പാലക്കാടൻ ഗ്യാപ്പ് വഴിയും കൊല്ലത്തിന്റെ പുനലൂർ ഗ്യാപ്പ് വഴിയും കണ്ണൂർ പ്രദേശത്തേക്ക് വയനാട് ഗ്യാപ്പ് വഴിയും സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ഈ വർഷം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് കുറെ കൂടി കർണാടക വഴി കറങ്ങി കടലിലേക്ക് പോവാണ്. കേരളത്തിന് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല വേനൽക്കാലത്ത്. ഈ വർഷം ഈ സർക്കുലേഷന്റെ ചെറിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ എൽനിനോ ശരിക്കും കാറ്റിന്റെ ഗതി മാറി വരുന്ന ഒരു സംഭവമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വർഷം ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം? കേരളത്തിന്റെ മേലേക്ക് കൂടുതൽ ഈ ചൂട് കാറ്റ് ഉഷ്ണതരംഗം വീശിയതിന്റെ പ്രധാന കാരണം ഈ വായുവിന്റെ സർക്കുലേഷന്റെ പൊസിഷൻ മാറിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാഭാവികമായ ഒരു മാറ്റമാണോ? സ്വാഭാവികമായ മാറ്റമല്ല. കാരണം ഇത് എൽനിനോ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന്റെ പസഫിക്കിലെ അതിന്റെ അവസാന സ്റ്റേജിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ അന്തരീക്ഷം വരുന്നതിന്റെ കാരണമായിട്ടാണ് കുറെ കൂടി ഇത് വ്യാപ്തിയിൽ ഇത് കറങ്ങാൻ തുടങ്ങിയത്. അത് ആഗോളതലത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണെന്ന് പറയാം. ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് കുറെ കൂടി തെക്ക് കിഴക്കായി നീങ്ങിയപ്പോൾ കേരളത്തിന് നേരെ വരാൻ തുടങ്ങി. കേരളത്തിന് നേരെ വന്നപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഗ്യാപ്പുകൾ കൂടുതൽ. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും നോക്കിയാൽ അറിയാം ഈ ചൂട് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത് പാലക്കാടിന്റെ ഇടനാഴി കൂടി അതിന്റെ സ്വാധീനമുള്ള മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകൾക്കായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുക. എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിന്റെ കിഴക്കൻ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ വയനാടൻ ഇടനാഴിയിലൂടെ കണ്ണൂരിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, കൊല്ലം ജില്ലയുടെ ഗ്യാപ്പിൽ വരുമ്പോൾ അതിന്റെ തൊട്ട് ചാരി കിടക്കുന്ന പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ഭാഗം, കോട്ടയം ജില്ലയുടെ കിഴക്കൻ ഭാഗം, ഈ ഭാഗത്തേക്ക് ഇതിന്റെ സ്വാധീനം വന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഈ വർഷം ചൂട് കൂടാൻ കാരണം. ഒരു 4-5 ദിവസമായിട്ട് ആ സർക്കുലേഷന്റെ വ്യാപ്തി അത് കുറെ കൂടി കടലിലേക്ക് തിരിഞ്ഞ് കുറെ കൂടി വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ആശ്വാസം അനുഭവപ്പെടുന്നത്. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഉത്തരേന്ത്യക്കാർ ഇത് അനുഭവിച്ചാലും അവിടെ വായുവിൽ ഈർപ്പം വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് അനുഭവപ്പെടുന്ന ചൂട് ഈർപ്പം നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് 40 ഡിഗ്രി എന്നുള്ള 48 ഡിഗ്രി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമ്മളുടെ തെർമോമീറ്ററിൽ രേഖപ്പെടുത്തുന്ന ചൂടും നമ്മുടെ ശരീരത്തിൽ ചുറ്റും ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നമുക്കത് 45-ന്റെയോ 48-ന്റെയോ ഒക്കെ ഫീൽ തരും. അതിന് പുറമെ ഈ നേരത്തെ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ വെതർ നോക്കുമ്പോൾ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞു കിട്ടുന്നത്, ഫീൽ ലൈക്ക് എന്ന് പറയുന്നതിന്റെ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായിരിക്കും വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ചൂട് താങ്ങാൻ കഴിവുള്ള ചെറിയ പ്രായമാണെങ്കിൽ ആ ഫീൽ ലൈക്ക് എന്നുള്ളത് അധ്വാനിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അത് കുറഞ്ഞ അനുഭവപ്പെടുള്ളൂ. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിയെ നമ്മൾ സൂചിപ്പിക്കാൻ ഈ ഫീൽ ലൈക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഫീൽ ലൈക്ക് എന്ന ടെമ്പറേച്ചർ സ്ഥിരമായ അസുഖങ്ങളാൽ മരുന്ന് കഴിക്കുന്നവർ, അതേപോലെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ, അവരെയൊക്കെ ഈ ഫീൽ ലൈക്ക് എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് അലർട്ട് എല്ലാം നൽകി. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കുഴഞ്ഞു വീണ മരണങ്ങളൊക്കെ സംഭവിച്ചത് ഏജ്ഡായ ആൾക്കാർ. അതിന്റെ കാര്യം ഇതാണ്, ആ ഫീൽ ലൈക്ക് താങ്ങാനുള്ള ശേഷിയില്ല. അപ്പൊ നമുക്കത് ജനങ്ങളെ അറിയിച്ചാലേ പറ്റുള്ളൂ. എല്ലാവരും നടക്കുന്നു. മറ്റേ സാധാരണഗതിയിൽ നോർമൽ ടെമ്പറേച്ചറിൽ പ്രായമായവരും ചെറുപ്പക്കാരും കുട്ടികളൊക്കെ ഒരുമിച്ച് ഇറങ്ങി. അപ്പൊ അല്ലാത്ത അവസ്ഥയിൽ ഇറങ്ങരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഇങ്ങനെ അറിയിപ്പ് നൽകുന്നത്. ഇതിപ്പം കേരളത്തിലെ മാത്രം ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉത്തരേന്ത്യയിലൂടെ ഒക്കെ വരുന്ന ഈ കാറ്റിൻ്റെ ഒക്കെ ഗതി മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സ്ഥിതി? മറ്റു സംസ്ഥാനങ്ങളിൽ പതിവ് പോലെ 45 ഡിഗ്രി എല്ലാം തെലങ്കാന, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഇവിടെയെല്ലാം മധ്യപ്രദേശിലെല്ലാം സാധാരണമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഈ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിന്റെ മുകളിലൂടെ പാകിസ്ഥാൻ വഴി കടന്നു വരുന്ന കാറ്റിന്റെ അവരത് ശീലിച്ചവരാണ്. അവർക്ക് ഈ പറഞ്ഞ ഫീൽ ലൈക്ക് കുറെ കൂടി തലമുറകളായി ശീലിച്ചതുകൊണ്ട് ആ ഫീൽ ലൈക്ക് അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ താങ്ങാൻ പറ്റും, റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും. അത് ശീലത്തിൻ്റെത് മാത്രമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാം, നമുക്കിത് പുതുമയാണ്. ഈ വർഷമാണ് കാലാവസ്ഥയുടെ ആ കാറ്റിന്റെ ഗതി കുറെ കൂടി താഴേക്ക് തിരിഞ്ഞപ്പോൾ നമ്മളുടെ പ്രദേശത്തേക്കും കൂടി ആ ഹീറ്റ് വേവ് വരാൻ തുടങ്ങിയത്. ഉത്തരേന്ത്യക്കാർക്ക് ഇത് കൂടുതലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കടലില്ല ചുറ്റുഭാഗം. നമുക്ക് ബേ ഓഫ് ബംഗാളും അറബിക്കടലും തൊട്ടപ്പുറത്തും ഉള്ളതുകൊണ്ട് ഈർപ്പവും കൂടി വരും. അപ്പൊ ഈ ഈർപ്പത്തിന്റെ സാന്നിധ്യം ഉത്തരേന്ത്യയേക്കാൾ കൂടുതൽ നമ്മുടെ ഫീൽ ലൈക്കിനെ വർദ്ധിപ്പിക്കും. അതാണ് നമുക്ക് കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത്. ഒന്ന്, നമ്മൾ തലമുറകളായിട്ട് ഇത് അനുഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈർപ്പ പ്രദേശമാണ് ഈ കേരളത്തിന്റെ കിഴക്കും പടിഞ്ഞാറും. കടലാണല്ലോ, സ്വാഭാവികമായിട്ടും ചൂട് പിടിച്ച ആ ഈർപ്പം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടി നമ്മളുടെ ആ ഫീൽ ലൈക്ക് എന്ന് പറഞ്ഞ പ്രതിഭാസത്തിനെ വർദ്ധിപ്പിക്കും. നമുക്കത് ഭയങ്കര അസഹനീയമായി തോന്നും.
ആ ഉത്തരേന്ത്യൻ ചൂടുകാറ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് തണലത്ത് നിന്നാൽ ആ ഹീറ്റ് വേവ് ഉള്ള സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മളൊരു തണൽ മരത്തിന്റെ ചോട്ടിൽ നിന്നാൽ പോലും അടിക്കുന്ന കാറ്റിന് നമ്മളെ പൊള്ളിക്കാനുള്ള ശക്തി ഉണ്ടാവും. നമ്മൾ അനുഭവിച്ച കാര്യമാണ്. അപ്പൊ അതാണ് വ്യത്യാസം. ഉത്തരേന്ത്യയിലൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കിത് അത്ര അതിന്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് അറിയില്ല. അപ്പൊ ഈ കാലാവസ്ഥയുടെ മാറ്റവും കാറ്റിന്റെ പാറ്റേണുകളിൽ ചേഞ്ച് വരുന്നതും സീസണലായിട്ട് വരുന്ന ചേഞ്ചസും അത് കുറെ കൂടി കേരളത്തിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞ ഗ്യാപ്പുകളിലൂടെ കടന്നു വരാൻ ഇടയാക്കിയതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. ഇത് ഇപ്പം കാലങ്ങളായിട്ട് രൂപപ്പെട്ടു വന്ന ഒന്നാവില്ല, അല്ലെങ്കിൽ ഈ വർഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണോ, അല്ലെങ്കിൽ ഇത് തുടർച്ച ഇതിനുണ്ടാകുമോ? ഇങ്ങനെയാണ് ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോളതലത്തിൽ കാർബൺ, മീഥെയിൻ പോലത്തെ വാതകങ്ങൾ, അത് ഇൻഡസ്ട്രിയലൈസേഷൻ പർപ്പസിന് മുതൽ പല കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ, അങ്ങനെ പല നിർമ്മാണ പ്രവൃത്തികളും കാരണം ഇത്തരം വാതകങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഈ വാതകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിന് ഉള്ളിലേക്ക് കടത്തിവിട്ട് നമ്മളൊരു ഗ്ലാസ് ബോക്സിന്റെ ഉള്ളിലേക്ക് ചൂട് കടന്നു പോകും, വെളിച്ചവും കടന്നു പോകും. പക്ഷെ പുറത്തേക്ക് ഇത് കടത്തിവിടില്ല, ഈ വായു സഞ്ചരിപ്പിക്കില്ല. എന്ന് പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ കൂടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മീഥെയിന്റെയും ഇങ്ങനത്തെ മറ്റ് പല വാതകങ്ങളുടെയും സാന്നിധ്യം ഭൂമിയിലേക്ക് കൂടുതൽ ചൂട് കടത്തിവിടാൻ ഇടയാക്കും. ഈ ചൂട് കടത്തിവിടാൻ ഇടയാക്കുമ്പോൾ നമ്മളുടെ ആഗോളതാപനം എന്ന് പറഞ്ഞ ഒരു ഘടകം നിലവിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 10-40 വർഷങ്ങളായിട്ട് അത് തിരിച്ചറിഞ്ഞ് എല്ലാ രാജ്യങ്ങളും കൂടി പല കൂട്ടായ്മകളിലൂടെ നടപടി എടുക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഇത്തരം കാറ്റിന്റെ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ചൂട് പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മാറി നമ്മളുടെ മേത്തേക്ക് വരുമ്പോൾ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുണ്ടായത്. അപ്പൊ ഇത് ഒരൊറ്റ ആളെ മാത്രം പറഞ്ഞിട്ട് ഒരൊറ്റ കാരണം മാത്രമല്ല, ആഗോളമായിട്ട് ചൂട് കൂടുന്ന ഒരു കാരണമുണ്ട്. രണ്ടാമത് പ്രാദേശികമായിട്ട് നമ്മളുടെ ഇവിടെ വന്ന കാറ്റിന്റെ പ്രാദേശിക വ്യതിയാനം, ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രതിഭാസം ഉണ്ടായത്. വരും വർഷങ്ങളിലും ഈ പറഞ്ഞ കാറ്റിന്റെ പ്രതിഭാസം നോർമലായിട്ട് ഇപ്പം നമ്മളുടെ പസഫിക്കിലെ സർക്കുലേഷന്റെ, വായു സർക്കുലേഷന്റെ ക്രമം, അല്ലെങ്കിൽ അറബിക്കടലിലെ ക്രമം, ഇതെല്ലാം പഴയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഇത്രയും ചൂട് അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ ഈ വർഷം നമ്മൾ അനുഭവിച്ച ഇതേ പാറ്റേണിൽ തന്നെയാണ് ആഫ്രിക്കയിൽ നിന്നും പാകിസ്ഥാൻ വഴി കടന്നു വരുന്ന മിഡിൽ ഈസ്റ്റിന് മുകളിൽ വരുന്ന ഗതിയെങ്കിൽ നമ്മൾ കൂടുതൽ സിവിയർ ആയ കണ്ടീഷനിലേക്ക് അനുഭവിക്കേണ്ടി വരും. അത് തിരിയാനുള്ള ഒരു പ്രധാന കാരണം, ഈ വർഷം അത് കുറച്ചും കൂടി താഴേക്ക് തിരിയാനുള്ള കാരണം, ഇത് നേരെ മിഡിൽ ഈസ്റ്റിന്റെ മുകളിൽ കൂടി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ ഭാഗത്തു നിന്ന് ഈർപ്പം കണ്ടമാനം വന്ന് മിഡിൽ ഈസ്റ്റിൽ 1-2 സീസണിൽ ഇപ്പൊ മഴ പെയ്തു, 2 ആഴ്ചക്കിടയ്ക്ക് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഈ നമ്മളുടെ നമ്മുടെ ഹീറ്റ് വേവ് ആയിട്ട് ബന്ധമുണ്ടോ? അതിലെ വളഞ്ഞു പോകേണ്ടിയിരുന്ന ആ ഹീറ്റ് വേവിന്റെ ലെയറിനെ കുറെ കൂടി താഴേക്കും കിഴക്കോട്ടും തള്ളാൻ അവിടുത്തെ അങ്ങോട്ട് പോകാതെ കുറെ കൂടി താഴേക്ക് തിരിഞ്ഞു. അത് പോയപ്പോഴാണ് ആ മഴ അവസാനിച്ചതോടെ നമ്മുടെ ഇവിടുത്തെ ചൂടും കുറഞ്ഞു. ആ ഹീറ്റ് വേവ് കുറെ കൂടി പഴയ പൊസിഷനിലേക്ക് കടന്നു. ഉത്തരേന്ത്യ സ്റ്റിൽ ചൂടിലാണ്. അപ്പൊ കുറച്ചും കൂടി തെക്ക് കിഴക്കായി വളഞ്ഞപ്പോ നമ്മുടെ പ്രദേശത്തേക്ക് വന്നു. അവിടുത്തെ പ്രഷർ നിലകളെല്ലാം നോർമൽ ആയപ്പോ ഈ ഹീറ്റ് വേവിന്റെ കറക്കം മിഡിൽ ഈസ്റ്റിന്റെ മുകളിൽ കൂടി കുറെ കൂടി മാറിപ്പോയി. അപ്പൊ നമ്മുടെ കേരളം തൽക്കാലം രക്ഷപ്പെട്ടു. ഇതാണ് ഇതിലെ ഒരു ബേസിക് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം. ഇതിപ്പം നമ്മളിപ്പം ഉഷ്ണതരംഗം 2024, ഇപ്പൊ നമ്മൾ പ്രളയം 2018 എന്നൊക്കെ പറഞ്ഞതുപോലെ ഉഷ്ണതരംഗം 2024 എന്ന് പറയാവുന്ന ഒരു കണ്ടീഷൻ, കാരണം നമ്മൾ ഇതുവരെ ഇത്തരം ഒരു സാഹചര്യത്തിൽ നേരിട്ടിട്ടില്ല. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിന് പുറമെ ഇതൊരു ലാൻഡ്മാർക്കാണ്. ചൂട് കൂടിക്കഴിഞ്ഞാൽ എവിടം വരെ വരാം, എത്രത്തോളം അസഹനീയമാണ് ഇത് പറഞ്ഞു കേട്ട. പ്രളയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇനി പ്രളയം വരികയാണെങ്കിൽ എത്രത്തോളം നമുക്ക് അതിന്റെ സിവിയറിറ്റി എത്ര ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞത്. കറക്റ്റ്. അപ്പൊ ഇതൊരു സൈനാണ്. ചൂട് വന്നാൽ നമുക്ക് അസഹനീയമായ തോതിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റക്കാകുന്ന രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചത് ഈ ഒരു മാനദണ്ഡ പ്രകാരമാണ്. ഇനിയിപ്പോൾ അതിന്റെ അടുത്ത സീസണിലോ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ, അടുത്ത സീസണിൽ ഇല്ലെങ്കിലും വരും വർഷങ്ങളിൽ ഇത് ആവർത്തിച്ചാൽ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ഭാഗത്ത് നമ്മൾ കുറെ കൂടി ഗവേഷണങ്ങൾ ആവശ്യമാണ്. അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഇതിപ്പം നമ്മളിപ്പം ഉഷ്ണതരംഗത്തിൻ്റെ ആ ഒരു സിവിയർ കണ്ടീഷൻ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ വരുന്നത്. എന്താണ് അത് സംബന്ധിച്ചൊരു പ്രതീക്ഷകൾ? സ്വാഭാവികമായും നമ്മളുടെ മൺസൂണിന് മുന്നോടിയായിട്ടുള്ള മഴകളെ, പ്രീ മൺസൂൺ റെയിൻ, സാധാരണക്കാർ അതിനെ വേനൽ മഴ എന്ന് സൂചിപ്പിക്കും. മൺസൂണിന്റെ കാറ്റ് നമ്മുടെ കൂടുതൽ വടക്ക് ഭാഗത്തേക്ക് നീങ്ങി മഴകൾ രൂപപ്പെടുന്നതിന്റെ സൂചനയ്ക്ക് തൊട്ടു മുമ്പിലുള്ള മഴകളെയാണ് നമ്മൾ ഈ സമ്മർ റെയിൻ, വേനൽ മഴ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്തു നിന്നുള്ള ഈർപ്പ ബെൽറ്റിനനുസരിച്ച് വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ചാണ് ഈ വേനൽ മഴകൾ കൂടെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഏറെക്കുറെ കേരളത്തിന്റെ ഭൂപ്രദേശത്തിന് മുകളിലേക്ക്
ഓരോ ഘട്ടമായിട്ട് ക്ലൗഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു. അതിന് പുറമെ ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് പുലർച്ചെ മഴ ലഭിച്ചു. എല്ലാം അരമണിക്കൂറോ 15 മിനിറ്റോ ഉള്ളെങ്കിലും പക്ഷേ ഈ ഒരു മഴ കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മറികടക്കാൻ കഴിയുമല്ലോ അല്ലേ? ഇപ്പോഴത്തെ ഈ ഉഷ്ണതരംഗത്തെ നമുക്ക്, അതായത് ഈ മഴ കഴിഞ്ഞ് വീണ്ടും വർഷക്കാലം വരുന്നതിന് മുമ്പ് വീണ്ടും ഒരു ഉഷ്ണതരംഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയിലേക്ക് പോവില്ല. പോവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റിന്റെ ഗതി പഴയ പാറ്റേണിലേക്ക് തിരിച്ചുപോയി. താൽക്കാലികമായി നമുക്ക് 2 ആഴ്ച 3 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് തിരിച്ചുപോയി. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഇനിയും കൂടുതൽ മൺസൂണിന്റെ പുരോഗതിയിലേക്കാണ് കാര്യങ്ങൾ, അന്തരീക്ഷ പരിവർത്തനങ്ങൾ നീങ്ങുന്നത്. പിന്നെ ആ ചൂടിന്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊരു തിരിച്ചുപോക്ക് വരില്ല ഈ സീസണിൽ. അപ്പൊ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാലവർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ മഴയുടെ പുരോഗതിക്ക് അനുസരിച്ച് നമുക്ക് കാലവർഷം പ്രതീക്ഷിക്കാം. അത് ജൂൺ 1-ാം തീയതി തന്നെ വരുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അറിവിലേക്ക് കൂടി വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം പാലക്കാടാണ് എല്ലാ കാലത്തും കേരളത്തിൽ ചൂട് കൂടിയ സംസ്ഥാനം. നമ്മളെപ്പോഴും പാലക്കാടിനെ പറ്റി വരണ്ടുണങ്ങി നിൽക്കുന്ന അവസ്ഥയിലുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതൊക്കെ പാലക്കാട്ട് നിന്നാണ്. അതെങ്ങനെയാണ് ഈ ഓരോ പ്രദേശങ്ങൾക്കനുസരിച്ച് ഈ ചൂട് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പശ്ചിമനില മരനിലകളുടെ ഒക്കെ സ്വാധീനം തന്നെയാണോ ഇതിന്റെ കാരണം? പശ്ചിമഘട്ടത്തിന്റെ ഗ്യാപ്പാണ് നമുക്ക് അവിടുന്നുള്ള ചൂടുകാറ്റിനെ, അപ്പൊ അത് നേരിട്ട് പതിക്കുന്നത് പാലക്കാട്ടേക്കായിരിക്കും. ഈ ഗ്യാപ്പിൽ നേരെ ഫ്ലോ വരുന്നത് തമിഴ്നാട്ടിൽ അനുഭവപ്പെടുന്ന, തമിഴ്നാട് വഴി ഇപ്പൊ ഉത്തരേന്ത്യ വഴി കറങ്ങി വരുന്നത് സ്വാഭാവികമായും തെലങ്കാന തമിഴ്നാടിന് മുകളിൽ കൂടി പടിഞ്ഞാറേക്കാണല്ലോ അത് കറങ്ങുന്നത്. അപ്പൊ ഈ ഗ്യാപ്പ് തുറന്നു കിടക്കുമ്പോൾ അതിലൂടെ കൂടുതൽ വരുന്നു. പാലക്കാടിനും പാലക്കാടിന്റെ സമീപ ജില്ലകൾക്കും അത് കൂടുതൽ അനുഭവപ്പെടുന്നു. പാലക്കാടിന് ശരിക്കും ഒരു 3 ഫേസ് ഉണ്ട്. നമ്മളൊരു മഴക്കാലത്ത് എന്നാൽ പച്ച പൊതിച്ച് വളരെ മനോഹരമായ ഒരു പാലക്കാടും, ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വരണ്ടുണങ്ങി കിടക്കുന്ന പാലക്കാടും കിട്ടും. അത് രണ്ടു തരം ഭാവങ്ങളാണ് പാലക്കാട്. അതായത് പച്ചപ്പ് വരുന്ന സമയത്ത് അതും നല്ല രീതിയിൽ പാലക്കാട്ടൊക്കെ മഴയും കിട്ടും, ഈ ചൂട് വരുന്ന സമയത്ത് ചൂടും കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയാണ്. അത് ഒരുപാട് മുമ്പേ ഉണ്ട്. ഈ വർഷം അത് എക്സ്ട്രീമായി. കാരണം നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ സർക്കുലേഷന്റെ പ്രശ്നം, ഉഷ്ണതരംഗം കൂടുതൽ ഇടനാഴി വഴി കടന്നു വന്നു. നമുക്കതിനെ പാലക്കാടൻ ഇടനാഴി എന്ന് വിശേഷിപ്പിക്കാം. കേരളത്തിലേക്കുള്ള ഒരു ഗേറ്റ് ആണ്. അതൊരു 32 കിലോമീറ്ററോളം ദൂരമുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. ആ പ്രദേശത്ത് നമുക്ക് മലനിരകളില്ല. അതിന്റെ ഉദാഹരണം നമ്മൾ ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെല്ലാ വർഷവും ഈ ഉഷ്ണതരംഗം ഇല്ലെങ്കിലും സ്വാഭാവികമായും സാധാരണഗതിയിൽ അവിടെ നിന്നുള്ള ചൂട് വരാൻ സാധ്യതയുള്ളത് പാലക്കാടിന്റെ അല്ല, ഈ ഗ്യാപ്പിന്റെ കാരണം കൊണ്ടായിരിക്കും. അതെല്ലാ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ മാറ്റമില്ല. ഇപ്പോൾ നമ്മളിപ്പം എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഓസോൺ പാളികളുടെ ഒരു തകർച്ചയാണ് വലിയ ആഗോള താപനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഓസോൺ പാളികൾക്ക് സുഷിരങ്ങൾ വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷകരും ശാസ്ത്രലോകവും ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഓസോൺ പാളികളുടെ സംഭവിക്കുന്ന ഈ കേടുപാടുകളും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്നില്ല? ഓസോൺ പാളികളുടെ വിള്ളല് സ്വാഭാവികമായും കാലാവസ്ഥാ വ്യതിയാനത്തിന് സംഭവിക്കും. പക്ഷെ അത് ചൂട് കൂട്ടുന്നതുമായിട്ട് വലിയൊരു ബന്ധമില്ല. നമ്മളിപ്പം സാധാരണ മനസ്സിലാക്കുന്നത് ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് ഭൂമിയിൽ എത്തുന്നതിന് മുന്നിൽ ഒരു തടസ്സമായിട്ട് ഈ ഓസോൺ പാളി നിൽക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഓസോൺ പാളികൾക്ക് സുഷിരം വീഴുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അൾട്രാവയലറ്റ് രശ്മികൾ തടയുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓസോൺ പാളിയുടെ ജോലി മനുഷ്യന് അപകടകരമായ അൾട്രാവയലറ്റ് വികിരണങ്ങൾ തടയുക എന്നുള്ള, ചൂടിനെ വലിയ തോതിലൊന്നും സംരക്ഷിക്കുന്നില്ല. പക്ഷെ നമുക്ക് ഒരു അരിപ്പയാണ് അനിയന്ത്രിതമായ ഈ അൾട്രാവയലറ്റ് വികിരണം വന്നാൽ നമുക്ക് ഡേഞ്ചറസ് തന്നെയാണ്. അതായത് ഓസോൺ പാളി ഇല്ലാതായാൽ നമുക്ക് അപകടകരം തന്നെയാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ക്ലോറോഫ്ലൂറോ കാർബൺ, പണ്ടത്തെ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ AC തണുപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വാതകം, അത് റീപ്ലേസ് ചെയ്ത് കുറേയൊക്കെ അന്റാർട്ടിക്ക അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലും നമ്മൾ സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ ഒക്കെ വ്യാപ്തിയുള്ള വലിയ ഹോളുകളായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ റിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അടുത്തൊരു 10 സാധ്യത ഉള്ളത് അല്ല, അതിന്റെ സാധ്യത നമ്മൾ ഈ ഓസോൺ പാളിയെ ദുർബലമാക്കുന്ന വാതകങ്ങളുടെ നിർമ്മാണം നമ്മൾ കുറച്ചു കൊണ്ടുവന്നു. അതൊരു 10-20 വർഷമായിട്ട് ലോകവ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനാണ്. ഇപ്പൊ ഫ്രിഡ്ജിലൊന്നും CFC എന്ന് പറഞ്ഞ ക്ലോറോ ഫ്ലൂറോ കാർബൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ എല്ലാ ഇൻഡസ്ട്രികളും സ്വാഭാവികമായിട്ട് ഈ സുഷിരങ്ങൾ അടയും. അത് റീജനറേറ്റ് ചെയ്ത് ഓസോൺ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ ഭൂമിയിൽ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി. അപ്പൊ അങ്ങനെ, പക്ഷെ അതൊരു ദിവസം നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല. നമ്മളുടെ നശിച്ച സാധനം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ, തിരിച്ച് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 30-60 വർഷം എടുത്തിട്ടായിരിക്കും കുറേശ്ശെ വരുന്നത്. ഇപ്പൊ അത് പോസിറ്റീവാണ്. അതായത് അത് മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അത് നമുക്ക് റിസർച്ചിലൊക്കെ നമ്മൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഉഷ്ണതരംഗത്തോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ മറ്റൊന്നാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം. ഇപ്പം ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഉഷ്ണതരംഗം വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം എന്നാണ്. ഈ ഉഷ്ണതരംഗവുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ഉഷ്ണതരംഗമായിട്ട് നേരിട്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് ബന്ധമൊന്നുമില്ല. കടലൊഴുക്കം, ഓരോ കടലിനും ഓരോ രീതിയിലേക്കുള്ള പാറ്റേണുകൾ, ഒഴുക്കം, ഈ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറഞ്ഞ പ്രതിഭാസം എല്ലാ മാസവും ഇങ്ങനെ ചന്ദ്രന്റെ ഉദയം അസ്തമയം ഇതിനനുസരിച്ച് ലോകവ്യാപകമായി ആവർത്തിക്കപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം ചന്ദ്രന്റെയും ഭൂമിയുടെയും ആകർഷണം കൂടുമ്പോൾ തിരമാലകൾ കൂടുതൽ കരയിലേക്ക് വലിച്ചെടുക്കുകയും ചന്ദ്രൻ അകന്നു പോകുമ്പോൾ അത് തിരമാലകൾ അകന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് വന്നപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ അതിനെപ്പറ്റി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ഈ കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്ക് ഇപ്പം സർക്കാരിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്വകാര്യ കാലാവസ്ഥ മെഡ്ബീറ്റ് വെതറൊക്കെ പോലെയുള്ള സ്വകാര്യ ഏജൻസികളും ഈ രംഗത്ത് വലിയ തോതിൽ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. കുറേയും കൂടി കൃത്യമായ പ്രവചനങ്ങളും നടത്തുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ ഈ സംവിധാനങ്ങളിൽ ഒരു കാലോചിതമായ മാറ്റം അനിവാര്യമാണ്. അത് ഈ പഴയ സിസ്റ്റം ഒക്കെ അനുസരിച്ച് തന്നെയാണോ ഇപ്പോഴും പോകുന്നത്? തീർച്ചയായിട്ടും അത് നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനത്തിനും ഉള്ള ചില പോരായ്മകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥാ വകുപ്പിനും ഉണ്ട്. കാരണം ഒരു വകുപ്പിന്റെ ഇഴഞ്ഞു നീങ്ങൽ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് നടപ്പാക്കാത്തതോ അപ്ഡേഷൻ വരാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അത് കാലാവസ്ഥാ വകുപ്പിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വകുപ്പുകളിലും കാണാം. അതൊരു റവന്യൂ വകുപ്പാകട്ടെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പാകട്ടെ എന്ന് സകല മേഖലകളിലും ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് മൊത്തത്തിലുള്ള മെല്ലെപ്പോക്ക് ഇവിടെയും മാത്രമാണ്. തീർച്ചയായിട്ടും അവർ പാലിക്കുന്ന മാനദണ്ഡങ്ങൾ, പല നിരീക്ഷണങ്ങൾ, സയൻസിന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നിരീക്ഷിച്ചിരുന്ന രീതിയിലല്ല നേരത്തെ പറഞ്ഞ ഉഷ്ണതരംഗം വരുത്തുന്ന വായുവിന്റെ കറക്കം മാറി പൊസിഷൻ എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അതിലേക്ക് നയിച്ച കാരണങ്ങളെ പറ്റി പഠിക്കും. അപ്പോൾ അത് നമ്മളെ മാനദണ്ഡങ്ങൾ നമ്മൾ പരിഷ്കരിക്കും. ചിലപ്പോൾ ഇത് കാരണം മൺസൂൺ നേരത്തെ വരാൻ സാധ്യതയുണ്ടോ, കഴിഞ്ഞ ഒരു 40 വർഷത്തെ ഡാറ്റ നോക്കിയിട്ട് പണ്ട് മൺസൂൺ വരുന്ന ലക്ഷണങ്ങളാണോ നമ്മളിപ്പോൾ പറയേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി ഇനി അടുത്തൊരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ പണ്ട് മൺസൂൺ വന്നിരുന്ന ഗതിയിൽ നിന്നും ഒരല്പം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അതിന്റെ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ട സമയമായി. അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് ചെയ്യാത്തതിന്റെ ഈ വൈകലിന്റെ പ്രശ്നം ഒരു സർക്കാർ വകുപ്പിനുള്ള ഒരു മെല്ലപ്പോക്ക് എന്ന് പറഞ്ഞ കാര്യം കൊണ്ടാണ്. സ്വകാര്യ സ്ഥാപനമായിരുന്നെങ്കിൽ അതിനെ പെട്ടെന്ന് കാരണം ഇതിൽ കുറെ നൂലാമാലകളുണ്ട്. ഇത് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ അനുമതി ആവശ്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നീങ്ങുന്നതുകൊണ്ട് ഒരു വ്യക്തി നമുക്കൊരു വാർണിംഗ് കൊടുക്കാൻ കുറെ സ്റ്റേജിലൂടെ ഇപ്പൊ നമ്മളൊരു ഫയൽ കടന്നു പോകുന്ന പോലെ തന്നെ കുറെ സ്റ്റേജിലൂടെയുള്ള അനുമതികൾ വേണം. ഒരു മഞ്ഞ അലർട്ട് എന്ന് പറയുന്നത് നമുക്ക് രാജ്യരക്ഷ, കാലാവസ്ഥ, ഈ നാച്ചുറൽ കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിന് ഇഷ്യൂ ചെയ്യാൻ അധികാരമില്ല. അത് ആ പ്രത്യേക രീതിയിലുള്ള വകുപ്പിൽപ്പെട്ട കാണുന്ന അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് സ്വകാര്യ ഏജൻസികൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് സ്വകാര്യ ഏജൻസികൾ ഇങ്ങനെ കുറെ കൂടി ആളുകൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പൊ കാണുന്ന ഒരു മാറ്റം സർക്കാർ ഏജൻസികൾക്കും തോന്നുകയാണ്. നമ്മൾ കൂടുതൽ വിമർശനത്തിന് വിധേയമാവുകയാണ്. ഇന്നിപ്പോ രസകരമായ കാര്യം, കേന്ദ്ര കാലാവസ്ഥ ഏജൻസിയുടെ രാവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് കാസർഗോഡ് മഴ പെയ്യുന്നില്ല. കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് മഴ പെയ്യുക. പക്ഷെ ഏറ്റവും കൂടുതൽ മഴ ഇന്നുണ്ടായത് കാസർഗോഡാണ്. ഈ പാലക്കാട് മുതൽ ഒറ്റപ്പാലം മുതൽ അങ്ങ് വരെയുള്ള സ്ഥലങ്ങളിലാണ്, കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലാണ് വന്നത്. അപ്പൊ അതിനകത്തെന്ന് വെച്ചാൽ അത് ഈ കാലാവസ്ഥയുടെ സിവിയർ ഇവന്റുകൾ ഉണ്ടാകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അവർക്ക് പണ്ട് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ഉണ്ടാവും. രാവിലെ 10 മണിക്കൂർ റിപ്പോർട്ട്, 5 മണിക്കൂർ റിപ്പോർട്ട്, അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി. കാലാവസ്ഥ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാവുന്ന ഒരു വകുപ്പല്ല. രാവിലെ വില്ലേജ് ഓഫീസ് നമ്മൾ തുറന്നടയ്ക്കുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ജോലി ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ മാത്രം വെച്ച് ഒരു റിപ്പോർട്ട് ഒരു ദിവസം കഴിഞ്ഞ് അങ്ങനെയല്ല. ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഓരോ ടൈമിനും 2-3 റിപ്പോർട്ടുകൾ ഒരു ദിവസം തന്നെ നിരീക്ഷിക്കാൻ ആള് വേണം. ഉദ്യോഗസ്ഥരുടെ കുറവ് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ 130 കോടി ജനങ്ങളുള്ള വലിയ രാജ്യം, വലിയ കവറേജ് ഏരിയ, ഓരോ പ്രദേശത്തിനും ഓരോ ടൈപ്പ് കാലാവസ്ഥയായിരിക്കും വരിക. നിസ്സാരം ഈ കേരളത്തിൽ പോലും കാസർഗോഡ് പെയ്യുമ്പോൾ എന്തുകൊണ്ട് മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കാതിരുന്നു എന്നുള്ള ചോദ്യം വന്ന പോലെ തന്നെ. അപ്പൊ അതിനെ നിരീക്ഷണത്തിന്റെ തോത് കൂട്ടണം, നിരീക്ഷണത്തിന്റെ ഇന്റർവെല്ലുകൾ കൂട്ടണം. അതിന് ഒരുപാട് ജീവനക്കാർ വേണം. അപ്പൊ നേരത്തെ പറഞ്ഞ ഇത്തരം പോരായ്മകൾ കാലാവസ്ഥാ വകുപ്പിനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുറവ് ഇപ്പോൾ ഡൽഹിയിൽ ഇരുന്നിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പോലും നോക്കുന്നത്. അവർക്ക് ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. എല്ലാ സ്റ്റേറ്റിന്റെയും എല്ലാ ജില്ലകളുടെയും എല്ലാ പഞ്ചായത്തിന്റെയും നോക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ ഇത് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ഗൂഗിളൊക്കെ പോലത്തെ സംവിധാനങ്ങൾ നൽകുന്ന ഈ വെതർ അലർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറേ കൂടിയും എക്യുപ്മെന്റ്സും സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ ലോക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കൂടി നൽകുന്നുണ്ട്. അത് പലപ്പോഴും ഭൂമധ്യരേഖാ പ്രദേശത്ത് നമ്മൾ
അനുഭവപ്പെടുന്ന സ്ഥലത്ത് അത്ര കൃത്യമാകാറില്ല. ഏകദേശം ഒരു ചൂട്, ഏകദേശം മഴയുടെ സാധ്യത പറയാമെന്നുള്ളതല്ലാതെ നമുക്ക് ഒരിക്കലും പ്രിസൈസ്ഡ് ആയിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് വായുവിന്റെ ചലനവും ചൂടും അസ്ഥിരതയുള്ള സ്ഥലം. യൂറോപ്പിൽ ഗൂഗിളിനോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ മോഡലുകൾക്കോ വളരെ കൃത്യമായി ചാറ്റമഴയാണോ വലിയ മഴയാണോ എന്ന് പറയാൻ പറ്റും. ഭൂമിയുടെ ഏറ്റവും കറങ്ങുന്ന ഇമ്പാക്റ്റ് ഉള്ള, അതിന്റെ കൂടുതൽ കറക്കം എഫക്റ്റ് ചെയ്യുന്ന വായുവിന്റെ കൂടുതൽ ചലനാത്മകതയുള്ള ഭാഗം നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ്. ആഫ്രിക്ക ഉണ്ട്, ഇങ്ങോട്ട് പോയ ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ ഭൂമിയെ നമ്മളൊരു ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഭാഗത്തെ കമ്പ്യൂട്ടർ മോഡലുകളുടെ പ്രവചനം നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് നിലവിൽ ലോകത്ത് എവിടെയും ഇല്ല. നമുക്കിപ്പോൾ യൂറോപ്പിനെ കുറിച്ച് കാലാവസ്ഥ വളരെ നന്നായി പറയുന്ന ഒരു എക്സ്പേർട്ട് ഇവിടെ കേരളത്തിൽ വന്നിരുന്ന് ഒരു അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ ഒരു നാസയിലെ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡിങ് യൂറോപ്യൻ ഏജൻസിയിലെ ഒരു സയന്റിസ്റ്റിനോ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ പറയുന്നത് അവരുടെ കമ്പ്യൂട്ടർ മോഡലും അവരും ഫെയിലാവും. ഇതിന് ഒറ്റ മാർഗമുള്ളൂ, നിരന്തരം നിരീക്ഷണങ്ങളാണ്. പിന്നെ നമ്മളുടെ മോഡലുകൾ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. പഴയതിനേക്കാളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇത്തരം കാലാവസ്ഥ ഹീറ്റ് വേവ് ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ വ്യാപിച്ചു നമ്മുടെ കാലാവസ്ഥയിൽ എന്തായാലും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഓരോ വ്യക്തികൾ, ഇപ്പോൾ സർക്കാരൊക്കെ പല സംവിധാനങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ വ്യക്തികൾക്കും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാൻ അല്ലെങ്കിൽ കാലാവസ്ഥാ ദുരന്തങ്ങളെ നേരിടാൻ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് അല്ലെങ്കിൽ മുൻകരുതലുകളാണ് എടുക്കാൻ കഴിയുന്നത്? നമുക്ക് ഇത്രയും വലിയൊരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ആദ്യം വേണ്ടത് സർക്കാർ തലത്തിലൊരു പോളിസിയാണ്, ഒരു എൻവയോൺമെന്റൽ പോളിസിയാണ്. പണ്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലമല്ല, ഇതിനൊരു അലർട്ട് കൊടുക്കേണ്ട ഒരു സമയമായി. അപ്പം നമ്മളുടെ കെട്ടിട നിർമ്മാണം മുതൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ അതിനൊരു കാലാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അതിനെ ഏകീകരിക്കണം. അതിന് ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്ത് നിയമം പാസാക്കി അതിനൊരു വ്യക്തമായ പോളിസി ഉണ്ട്. ഒരു വീട് നിർമ്മാണം എങ്ങനെയായിരിക്കണം, അവിടുത്തെ ജലവിനിയോഗം എങ്ങനെയായിരിക്കണം, കൃഷി എവിടെയൊക്കെ കൃഷി ചെയ്യാം, എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല, എവിടെയൊക്കെ വീട് ഉണ്ടാക്കാൻ പാടുണ്ട്, എവിടെ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊന്നും നോക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഈ ഭൂവിനിയോഗം നടക്കുന്നത്. ഉള്ളതിനേക്കാളും കൂടുതൽ എക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-50 ലക്ഷത്തോളം വീടുകൾ വെറുതെ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്പർ ഇട്ട് താമസയോഗ്യമായ വീടുകൾ 19 ലക്ഷത്തോളം വെറുതെ കിടക്കുന്നുണ്ട്. എന്നിട്ടും വീണ്ടും വീടുകൾ കെട്ടിപ്പൊക്കാണ്. അപ്പൊ ഈ പഴയ കാലം പോലെ നമുക്കറിയാം, ഒരു എല്ലായിടത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പൊ IT പാർക്കുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലെ, നമ്മുടെ സിവിൽ സ്റ്റേഷനുകൾ പോലെ ഓരോ സ്ഥലത്തും സർക്കാരിന് അത്രയും കെട്ടിടങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ പോളിസികൾ തൊട്ട് തുടങ്ങണം. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അതൊരു പാരിസ്ഥിതികമായി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെങ്കിൽ അയാൾക്ക് ഇൻഷുറൻസ് കവറേജോ അല്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങളോ സാധ്യതകളൊക്കെ ഇല്ല, ലോണിനുള്ള സാധ്യതകളൊക്കെ ഇപ്പൊ തന്നെ പലതും ഇല്ലാതെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അത്തരം പോളിസികൾ സർക്കാർ മാറ്റും. കാരണം അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും, അയാളുടെ സ്വത്ത് സംരക്ഷിക്കാൻ പറ്റും. നമ്മളിപ്പോ വില കുറഞ്ഞൊരു സ്ഥലം കിട്ടി എന്ന് കരുതി നമ്മളൊരു 10 വർഷം പോയി അധ്വാനിച്ച് 15ാമത്തെ വർഷം ഇതെല്ലാം കൂടി തകർന്നു പോയി അയാളടക്കം പോയാൽ ഇതിനകത്ത് അർത്ഥമില്ലല്ലോ, ഭയങ്കര നഷ്ടമാണ്. പിന്നെ അതിനൊരു അർത്ഥമില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് തലത്തിലൊരു പോളിസി റീബിൽഡ് ചെയ്യുന്ന ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ഏത് ഭരണകക്ഷിയാണെങ്കിലും അവർ ഇനിഷ്യേറ്റീവ് ചെയ്ത് അതിന്റെ ഒരു ലെവലിലേക്ക് നീങ്ങേണ്ട കാലം എത്തിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, വ്യക്തികൾ എന്ന നിലയിൽ നമുക്കിപ്പം സർക്കാരിന് അത് പോളിസി തയ്യാറാക്കുന്നതിൽ സമ്മർദ്ദം ചെലുത്താം എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് സമ്മർദ്ദം ചെലുത്താം എന്നുള്ള, വ്യക്തികൾക്ക് അവരുടെ പ്രദേശം സംരക്ഷിക്കാൻ കുടിവെള്ളം, നമ്മളുടെ വീടിന്റെ മുകളിൽ വീഴുന്ന കുടിവെള്ളം ഒരു 5000 രൂപയിൽ താഴെ മുടക്കുമുതലോടെ നാട്ടിലുള്ള ഒരു പ്ലംബറോട് പറഞ്ഞാൽ, പ്ലംബിംഗ് ജോലി അറിയുന്ന ഒരാളോട് പറഞ്ഞാൽ നിങ്ങളുടെ കിണറ്റിലേക്ക് ഫിൽറ്റർ വഴി, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പരമ്പരാഗത കരിയും കല്ലും ഒക്കെ വെച്ചിട്ടുള്ള ഫിൽറ്റർ ഉണ്ടല്ലോ, ആ ഫിൽറ്റർ വഴി കിണറ്റിലേക്ക് വിട്ടാൽ നല്ല ശുദ്ധജലം ഒരു 2 സീസൺ കൊണ്ട് എത്ര കൊടിയ വേനലാണെങ്കിലും കിണറിൽ തന്നെ സംഭരിക്കാം. വേറൊരു കുഴി എടുക്കണ്ട, ഇതിന് വലിയൊരു ടെക്നോളജി സാങ്കേതിക സഹായത്തിന്റെ ആവശ്യമില്ല, പൈസ ചെലവും ഇല്ല. നിങ്ങളൊരു സീസണിൽ ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുന്ന ചെലവ് പോലും വരുന്നില്ല ഒറ്റത്തവണ നിക്ഷേപം കൊണ്ട്. അപ്പൊ അത് നമുക്ക് തന്നെ ഇത് എല്ലാ വർഷവും ഈ കല്ലും കരിയൊക്കെ ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കി വെക്കാം. അപ്പൊ അതുകൊണ്ട് വേറൊരു സാങ്കേതിക പരിചയത്തിന്റെ ഒന്നും ആവശ്യമില്ല, പൈസയുടെ ചെലവില്ല. അതായത് മഴവെള്ളത്തെ നമുക്ക് നേരെ കിണറുകളിലേക്ക് എത്തിക്കാന്നുള്ള. അപ്പൊ അതൊരു സീസൺ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കിണർ നിറഞ്ഞു കഴിയുമ്പോൾ ആ മഴക്കാലം മുഴുവൻ നിറഞ്ഞ് പ്രഷർ കൊണ്ട് ഭൂമിയുടെ വിള്ളലുകളിലേക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും, സ്റ്റോർ ചെയ്യും. അതൊരു വ്യക്തി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. 50% ആൾക്കാർ, ഒരാൾ മാത്രം ചെയ്ത ഇത്രയും വലിയ ഭൂമി പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പൊ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ക്യാമ്പയിനുകൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ചെയ്താൽ നമ്മുടെ കിണറ്റിനെ നമുക്ക് കുറെ കൂടി റീചാർജ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ
കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് പറഞ്ഞൊരു ആവേശം മുതൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം കൊണ്ട് ഇത് പ്രോപ്പറായിട്ട് ചാർജ് ആവില്ല. 2 സീസണെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാലേ അടുത്ത വേനൽ മുതൽ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. ഇത് ഒരു പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു ഗുണമില്ലെന്ന് പറഞ്ഞാൽ അത് പറിച്ച് കളയും. അതൊരു നിരന്തര ഇതിലൂടെ നമ്മൾ നേടേണ്ടതാണ്. 2-3 തവണ അവിടെ സ്ഥിരമായിട്ട് വെക്കണം. ആ ചാർജ് ചെയ്യാൻ, ആ കിണറിനെ ചാർജ് ചെയ്യാൻ 2-3 മഴക്കാലം നിങ്ങൾ അനുവദിക്കണം, എങ്കിലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് അകഭാവം നമുക്ക് ചൂടിന്റെ 2-3 ലെയറുകൾ, മുകളിൽ മേൽക്കൂരകൾ, ചൂട് കൂടുതൽ പുറത്തേക്ക് പ്രസരിപ്പിക്കുന്ന മേൽക്കൂരകൾ, അതിന് കൂടുതൽ ഇടയ്ക്ക് വായു സഞ്ചാരമുള്ള ഗ്യാപ്പുകളൊക്കെ കൊടുത്ത മേൽക്കൂരകൾ നിർമ്മിക്കുക. നമ്മൾ നേരെ ഈ കോൺക്രീറ്റ് മേൽക്കൂരക്ക് പകരം കുറച്ചുകൂടി ശാസ്ത്രീയമാക്കുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് മേൽക്കൂര ആണെങ്കിൽ പോലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത് അതിനുള്ളിൽ കൂടി വായു സഞ്ചാരമുള്ള തരം മേൽക്കൂരകൾ, അതേപോലെ ചെലവ് വളരെ കുറഞ്ഞു. ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയ വീടുകളാണെങ്കിൽ തന്നെ ടെറസിന്റെ അടിയിൽ നമുക്ക് തെർമോകോളിന്റെ സീലിംഗ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലൊരു തെർമോകോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ വെയിൽ മഴയായിട്ട് പെട്ടെന്ന് നശിച്ചു പോകും. പക്ഷെ വീടിന്റെ ഉള്ളിൽ ടെറസിൽ നിന്നുള്ള ചൂട് താഴേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ തെർമോകോൾ വെച്ച് മുഴുവൻ കവർ ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ നമ്മളിപ്പോ വീടിന്റെ ടെറസിന് മുകളിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു രീതി കൂടി, കൂടുതലും സർഫസ് കൂടുതലും വെളുത്തതാകുമ്പോൾ സൂര്യപ്രകാശം കൂടുതൽ പ്രസരിച്ച് പുറത്തേക്ക് പോകും. ആഗിരണം ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ കളർ മാറ്റുന്ന കാര്യങ്ങൾ, അതേപോലെ നമുക്ക് അകത്ത് തെർമോകോളിന്റെ ഷീറ്റുകൾ, തെർമോകോൾ വളരെ ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. നാട്ടിലുള്ള ചെറിയ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുന്ന നമ്മൾ ഈ ജിപ്സം വർക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ? ജിപ്സം വർക്ക് നമ്മൾ ചെയ്താലും ജിപ്സത്തിനേക്കാൾ കൂടുതൽ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് തെർമോകോളാണ്. കടത്തിവിടില്ല. തെർമോകോൾ ഇപ്പൊ ജിപ്സം നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു എത്ര കനത്തിൽ ചെയ്യേണ്ടി വരും? ഒരു വലിയ കനത്തിൽ ചെയ്യേണ്ടി വരും? നമുക്ക് തെർമോകോള് 1/2 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വണ്ണത്തിൽ വരെ ഷീറ്റുകൾ വാങ്ങാൻ കിട്ടും. 2 അടി 3 അടി നീളമുള്ള വലിയ ഷീറ്റുകൾ കിട്ടും. അതിന് 50 രൂപ 60 രൂപയൊക്കെ ഒരു ഷീറ്റിന് വിലയുള്ളൂ. അത് നമ്മൾ നാട്ടിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു റൂമൊക്കെ ചെയ്യാൻ നമുക്ക് കയറി വന്ന ഒരു 10,000-3000 രൂപേന്റെ ഉള്ളിലേ വരുള്ളൂ. ഒരു റൂം ചെയ്തെടുക്കാം. ഇത്ര സൈസുള്ള ഒരു റൂമൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിനൊന്നും കൂടുതൽ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കിണർ റീചാർജ് ചെയ്യുക, ചൂട് എന്റെ വീട്ടിലുള്ളതെങ്കിലും കുറയ്ക്കുക, ജോലി സ്ഥലത്ത് കുറയ്ക്കാമെന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാം. ജിപ്സത്തിന്റെ ഒരു പ്രശ്നം, ചൂട് ടെറസിൽ നിന്നും നേരെ ജിപ്സത്തിൽ വന്നിട്ട് ജിപ്സവും താഴേക്ക് കുറെ കഴിയുമ്പോൾ ചൂട് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇത് തെർമോകോളിന് അങ്ങനെ ഒരു സ്വഭാവമല്ല. ഈ നമ്മുടെ ഇപ്പം മഴക്കാലം അടുത്തോണ്ട് ഈ കുറെ കൂടി വേഗത്തിൽ തവണ മൺസൂൺ പ്രതീക്ഷിക്കുന്നുണ്ടോ? മൺസൂണിന് മുമ്പേ മഴകൾ കുറച്ചുകൂടി ഊർജിതമാകും. പക്ഷെ അത് വേനൽ മഴകളായിരിക്കും. മൺസൂണ് നമ്മൾ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ ഉയരം വരെയുള്ള കാറ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് മാലദ്വീപിന്റെ ഭാഗത്തുനിന്ന് ഇത്ര വേഗതയിൽ വീശാൻ തുടങ്ങണം. അതിന് പുറമെ മംഗലാപുരം മുതൽ ലക്ഷദ്വീപ് വരെയുള്ള ഒരു കുറെ സ്റ്റേഷനുകളിൽ 2 ദിവസം ഇത്ര മഴകൾ രേഖപ്പെടുത്തണം. അപ്പൊ അതെല്ലാം കൂടി രേഖപ്പെടുത്തിയാലേ നമുക്ക് മഴ കിട്ടിയാലും ഔദ്യോഗികമായി അത് പറയാൻ പറ്റും. ഓൺ ടൈം മൺസൂൺ തന്നെ ആയിരിക്കും നമുക്ക് ഇപ്രാവശ്യം വരിക. അപ്പൊ ഈ അറബിക്കടൽ ചൂടായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു 5 ദിവസം മുമ്പേയൊക്കെ മൺസൂൺ വരാൻ സാധ്യത നിലവിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. പക്ഷേ പതിവില്ലാത്ത വിധം നേരത്തെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് അറബിക്കടലും ബംഗാൾ ഉൾക്കടലൊക്കെ കൂടുതൽ ചൂടായി കിടക്കുന്നതുകൊണ്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങളോ ചുഴറ്റലുകളോ ഒക്കെ ഈ സീസണിൽ 15-ാം തീയതിക്ക് ശേഷം, അതായത് മൺസൂൺ ഒരു 10 ദിവസം മുമ്പേ ഉണ്ടായാൽ നമ്മുടെ ഈ വളഞ്ഞു വരുന്ന മേഘവും കൊണ്ടുവരുന്ന കാറ്റിന്റെ ഗതിയെ അത് കുറച്ച് ദിവസത്തേക്ക് വഴിതിരിച്ചു വിടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 4 ദിവസം മുന്നോട്ടോ പുറകോട്ടോ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇനിയിപ്പോ നിരീക്ഷിക്കേണ്ടത്. അല്ലാത്ത പക്ഷേ ഇതിപ്പോ ഓൺ ടൈം മൺസൂൺ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൺസൂണിന് പ്രത്യേകിച്ച് ഒരു ഡിലേ വരേണ്ട കാര്യമൊന്നും. ജൂൺ മാസം തുടക്കത്തിൽ തന്നെ നമുക്ക് ജൂൺ ആദ്യ വാരം തന്നെ മൺസൂൺ കൃത്യമായിട്ട് എത്തും. ഓക്കെ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി മൺസൂൺ കാത്തിരിക്കുകയാണ്. ഉഷ്ണതരംഗം ഏകദേശം അവസാനിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ശ്രീ അഭിലാഷ് ജി പറഞ്ഞത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇതിനെ നേരിടാൻ ആവശ്യമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്നത് തന്നെയാണ് ഭൂമിയെ ഇത്തരം പ്രതിഭാസങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതുകൊണ്ട് നമുക്ക് മറ്റു വിഷയങ്ങളിൽ വീണ്ടും കാണാം. വളരെ നന്ദി. Waytonikah.com, the exclusive Muslim matrimonial site.